ആൾക്കാർ അങ്ങനെ നിൽക്കാം. അതേ പറ്റുള്ളൂ. ഗേൾസിലും അതിനെ പറ്റുള്ളൂ. ഈ രണ്ട് പേരായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കാം. ഇനി ഒരാൾ 1, ഒരാൾ 2 തീരുമാനിക്കും. ഒരാൾ 1, ഒരാൾ 2. ഇനി 1, 2വിന്റെ ഡ്രസ് കോഡിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. അതേപോലെ 2, 1ന്റെ ഡ്രസ് കോഡിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കണം. അപ്പൊ നിങ്ങൾ യൂണിഫോമിലാണുള്ളത് അല്ലെ? നിങ്ങൾ ചെയ്യുന്നതാണ് കയ്യിൽ വാച്ച് ധരിച്ചിട്ടുണ്ടോ, സൈഡ് കിട്ടിയിട്ടുണ്ടോ, ഹാഫ് കൈ ആണോ ഫുൾ കൈ ആണോ ഇട്ടിട്ടുള്ളത്, കഴുത്തിൽ മാലയുണ്ടോ, പൊട്ട് ധരിച്ചിട്ടുണ്ടോ, ഈ തലവടി ഇങ്ങനെ തുണി ഇട്ടിട്ടുണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ 1, 2നെ കുറിച്ചും 2, 1നെ കുറിച്ചും വിശദമായിട്ട് പഠിക്കും. യൂണിഫോം ആയതുകൊണ്ട് വലിയൊരു വ്യത്യാസം കാണത്തില്ല കേട്ടോ. സാധാ ഡ്രസ് പോലെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? പുറം തിരിഞ്ഞു നിൽക്കുക. ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക. ഇയാളെ നോക്കാം. ഹലോ, അതേപോലെ അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ് കോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 3 ചേഞ്ചസ് വരുത്തുക. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വാച്ച് വേണമെങ്കിൽ അഴിച്ച് പുറത്ത് കെട്ടാം, പുറത്തെ കയ്യിൽ കെട്ടാം, പൊട്ടിങ്ങോട്ട് മാറ്റിയിടാം, കോളർ ഇവിടെ മടക്കി വെക്കാം, കണ്ണാടി വഴി മാറ്റി വെക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പ്ലാന്റ് മടക്കി വെക്കാം, ഇങ്ങനെ ചെയ്യാം. 3 ചേഞ്ചസ് വരുത്തിയാൽ മതി. ഏതെങ്കിലും തരത്തിലുള്ള 3 ചേഞ്ചസ് വരുത്തുക.